ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് പോകാൻ പോകുന്നത് വെയിൽസിലെ 1-2 സ്ഥലങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പെംബ്രോക്ഷയർ. ലണ്ടനിൽ നിന്ന് സ്ട്രെയിറ്റ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു 4.5 മണിക്കൂർ. അപ്പോൾ നമ്മുടെ രാജ്യത്തൊക്കെ അല്ലെങ്കിൽ നമ്മുടെ അവിടെയൊക്കെ ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തോട്ട് പോകുമ്പോൾ പല പല സാധനങ്ങളും ഉണ്ടാവുമല്ലോ. ഇവിടെ ശരിക്കും ഇംഗ്ലണ്ടിൽ നിന്ന് വെയിൽസിലോട്ട് പോകാനായിട്ട് ടെക്നിക്കലി ഒരു പാലം കയറി ഇറങ്ങിയാൽ മതി. അവിടെ വേറെ ചെക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് ഇംഗ്ലണ്ട്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ്, സ്കോട്ട്ലൻഡ് ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം കൂടെ ചേരുന്നതാണല്ലോ UK. അതുകൊണ്ടാണ് പ്രിൻസ് ഓഫ് വെയിൽസ് ബ്രിഡ്ജ് അങ്ങനെയാണ് ഈ പാലത്തിന് പറയുന്നത്. UKയിലെ സെക്കൻഡ് ബിഗസ്റ്റ് പാലം അത്. ഏറെക്കുറെ ഒരു 5 കിലോമീറ്ററോളം വരും. അപ്പോൾ ഈ പാലം കയറി ഇറങ്ങി അതിൻ്റെ അപ്പുറം വെയിൽസ്, ഇതിപ്പുറം ഇംഗ്ലണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ആദ്യം സ്ട്രെയിറ്റ് പോകുന്നത് പെംബ്രോക്ഷയറിലേക്കാണ്. ഈ പെംബ്രോക്ഷയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫുള്ള് ബീച്ചും മറ്റേ നല്ല നീല വെള്ളം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. പിന്നെ UKയുടെ ഒരു 70-80 വർഷത്തെ ഈ ഹിസ്റ്ററിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെംബ്രോക്ഷയർ അവിടെ ഇവിടെയൊക്കെ കാണാം. ഈ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് വാർ ഓഫ് അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്. പിന്നെ ഈ ജർമ്മൻ ബോട്ട്സ് അവരുടെ വലിയൊരു സംഭവമായിരുന്നത്. അതുമായിട്ടുള്ള ഫൈറ്റ്സ് ഒക്കെ നടക്കുന്ന ഈ പെംബ്രോക്ഷയറിൻ്റെ കോസ്റ്റിലാണ് പറയുന്നത്. ഈ ജർമ്മൻ ബോട്ട്സുമായിട്ടുള്ള യുദ്ധത്തിലൊക്കെ ഏറെക്കുറെ 5000-6000-ഓളം സൈനികർ ഇവിടെ ഈ പെംബ്രോക്ഷയറിൻ്റെ കോസ്റ്റിലൊക്കെ തന്നെ മരിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്മാരകങ്ങൾ ഇവിടെ ഉണ്ട്. അതിപ്പോൾ കുറച്ച് കാവ്യാത്മകമായി പറയുകയാണെങ്കിൽ ഇവിടുത്തെ കടലുകൾക്ക് ഇപ്പോഴും ആ ചോരയുടെ ചൂടും ഇവിടുത്തെ കാറ്റിന് ഇപ്പോഴും ആ വിജയത്തിൻ്റെ സുഗന്ധവുമുണ്ട്. അവിടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്ന ഒരു ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങി കയറി കഴിയുമ്പോഴത്തേനും ഏറെക്കുറെ ഉച്ചയാവും. പിന്നെ ഒരു ഫുഡൊക്കെ കഴിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ ഈ പെംബ്രോക്ഷയറിൽ ഇവരുടെ മെയിൻ ഇൻകം എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറും പിന്നെ ടൂറിസമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആളുകളൊക്കെ നല്ല കമ്പനി ആയിരിക്കും. അവിടെ സാമാന്യം തിരക്കേടില്ലാത്ത ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് നമ്മൾ അവിടെ കയറി ഫുഡ് കഴിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങണം എന്നൊക്കെയാണല്ലോ. പക്ഷേ അടുത്ത സ്ഥലമൊക്കെ കാണാനുള്ളതുകൊണ്ട് നമ്മൾ നേരെ മാപ്പ് എടുക്കുന്നു, ഡെസ്റ്റിനേഷൻ വയ്ക്കുന്നു. ഇനി നേരെ അടുത്ത സ്ഥലത്തോട്ട്, ബ്ലൂ ലഗൂൺ. ആക്ച്വലി നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ മാത്രമേ ഈ ചെറിയ വഴികളൊക്കെ ഉള്ളൂ എന്ന്. പക്ഷേ 2 വണ്ടിക്ക് പോകാൻ പറ്റാത്ത റോഡുകളാണ് ഇവിടുത്തെ കൺട്രി സൈഡുകളിൽ കൂടുതൽ. ഇതാ ഇതുപോലെ. അല്ലേ നീ മുകിലേ മുകിലേ എന്നുള്ള പാട്ടല്ലേ? അല്ല, നീ മുകിലോ തനനനനനന. In 300 yards, turn left onto A487. ഇപ്പോൾ നമ്മൾ നടക്കുന്ന ബ്ലൂ ലഗൂണിൽ കൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. ഈ കൊറോണ ആയതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ആളും മനക്കമൊന്നും ഇല്ലാതെ. അല്ലെങ്കിൽ ഇവിടെ ഡൈവിങ്ങും കയാക്കിങ്ങും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കലാപരിപാടികളുള്ള സ്ഥലമാണത്. ഇത് പണ്ടത്തെ ഒരു ക്വാറി ആയിരുന്നു. അപ്പോൾ ഇവരെന്തോ ബോംബ് വെച്ച് പൊട്ടിച്ച് കടലിൽ ഇങ്ങോട്ട് കയറ്റി ഇതിപ്പോൾ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളല്ല, ചെറിയ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലവും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെയും വെള്ളത്തിൻ്റെ കളറൊക്കെ ഉണ്ടല്ലേ, അടിപൊളിയാണ്. കുറച്ച് വെയിലോടെ ഉണ്ടെങ്കിൽ ഇതിലും രസമാണ്. അപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോകണമെന്ന് മുമ്പ് കടലാകുമ്പോൾ നമ്മൾ കല്ലെറിയണമല്ലോ, ഫോട്ടോ എടുക്കണമല്ലോ. എന്നിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് കഥയൊക്കെ പറഞ്ഞിട്ട് അടുത്ത സ്ഥലം.
ഇതിപ്പോൾ സെക്കൻഡ് രാവിലെ നല്ല വെയിലുള്ളതുകൊണ്ട് നമുക്ക് വെളിയിലൊക്കെ ഇരുന്ന് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. ഇനി അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രൈറ്റ് അടുത്ത സ്ഥലത്തോട്ട് ബ്രെക്കൺ ബീക്കൺസ്. ഈ ബ്രെക്കൺ ബീക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വെയിൽസിലെ കുറേ അധികം മലകൾ കൂടിയിട്ടുള്ളൊരു മലനിര എന്തോ ആണ്. അപ്പോൾ അതിൽ പെനവാൻ എന്ന് പറയുന്നൊരു മലയുണ്ട്. അതിൻ്റെ ഏറ്റവും പൊക്കത്തെ പോയിൻ്റാണ് വെയിൽസിലെ തന്നെ ഹയസ്റ്റ് പോയിൻ്റ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ചെന്ന് ഇതിൻ്റെ മേളിൽ കയറാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളതെന്ന് പറഞ്ഞാൽ മോട്ടോർ വേ എൻട്രൻസ് എന്ന് പറഞ്ഞിട്ടൊരു എൻട്രൻസ് ഉണ്ട്. അത് വണ്ടി ഓടിച്ച് അവിടെ കൊണ്ട് ഇടുക, പാർക്ക് ചെയ്യുക, അവിടെ നിന്ന് തന്നെ ക്ലൈമ്പിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതിപ്പോൾ നമ്മൾ നാട്ടിൽ മലയൊക്കെ കയറണമാണല്ലോ, അത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റോടെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഇപ്പോൾ വല്ല തുമ്പിച്ചി മലയോ മലയാറ്റൂർ മലയോ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ പാർക്കിങ്ങിൽ ചെന്ന് ഇപ്പോൾ അതിൻ്റെ മേളിലോട്ട് നോക്കിയപ്പോൾ തന്നെ സംഭവം കയ്യിൽ പോയി. ഇത് ഈ കാണുന്നതുമല്ല, ഈ മലയുടെ ഒക്കെ പുറകിൽ കൂടെ ഇങ്ങനെ മല കയറി വേണം അങ്ങ് മേളിലെത്താൻ. എവിടെന്നാ പോകുന്ന ആള്? അത് എത്ര മൈലുണ്ടെന്ന്? 4 മൈൽ. ആ മീറ്ററാണോ എഴുതിയേക്കണേ? 873, 886. ഓ, അതിൻ്റെ ഹൈറ്റ് ആണല്ലേ? പോട്ടെ വണ്ടി വിട്ട് പോട്ടെ. അപ്പോൾ ഇത് ഒറ്റ ട്രിപ്പിന് നേരെ നടന്ന് മേളിലൊന്നും എത്താൻ പറ്റത്തില്ല. ഇതിങ്ങനെ നമ്മളൊരു 100 മീറ്റർ 200 മീറ്റർ നടക്കും, റെസ്റ്റ് എടുക്കും, പിന്നെ 100 മീറ്റർ 200 മീറ്റർ നടക്കും, റെസ്റ്റ് എടുക്കും. അങ്ങനെ തന്നെ ഇതിൻ്റെ മേളിലോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത്. കയറുക, റെസ്റ്റ് എടുക്കുക, പോവുക. അപ്പോൾ നമ്മളിതിൻ്റെ മേളിലോട്ട് കയറും തോറും ഈ മോഹൻലാൽ പറയുന്ന പോലെ ഉയരം കൂടുന്തോറും നമ്മൾ കാണുന്ന സാധനത്തിൻ്റെ ഭംഗിയും കൂടും. ഇതിൻ്റെ ഡെപ്തും ഈ കളറും ഒക്കെ കൂടി വരും. നമ്മൾ പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ മേളിൽ നിന്ന് വരുന്നവരൊക്കെ നമ്മളെ ദയനീയമായിട്ടൊരു നോട്ടം നോക്കും. ഞങ്ങൾ ഈ കയറിപ്പോയ കിലോമീറ്ററുകളൊക്കെ നിങ്ങളിനി കയറിപ്പോകണ്ടേ കുട്ടാന്നുള്ള പോലെ. അപ്പോൾ അതിൽ പതറരുത്. ഇപ്പോൾ ആ ടോപ്പ് മോസ്റ്റ് പോയിൻ്റ് ഏറെക്കുറെ കാണാം. പിന്നെ ആശ്വാസമുണ്ട്, ഇനി അങ്ങ് മേളിലോട്ട് കയറണ്ടല്ലോ. അപ്പോൾ എന്തായാലും കുറേ കഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ മേളിൽ കയറിയത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് സ്ലോ മോഷനിൽ നടന്നേക്കാം. അപ്പോൾ വെയിൽസിലെ ഹയസ്റ്റ് പോയിൻ്റ് പെനവാൻ. Did I ruin it? ഞാന് പെന്നി ആ വാൻ്റെ മേളിൽ കയറിയില്ല. How do you feel? സെൻസ് ഓഫ് അച്ചീവ്മെന്റ്. എവിടെയൊക്കെയോ എത്തിപ്പോയി. എവിടെയൊക്കെ നല്ല വേണ്ട കിട്ടില്ലേ? നമ്മൾ ഇതിൻ്റെ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മേളിലൊക്കെ കയറി ഇറങ്ങി ഇപ്പോൾ ഏറെക്കുറെ 5 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ നല്ല കാറ്റും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ക്ഷീണമൊന്നും അറിയില്ല. മേലുവേദനയൊക്കെ നാളെ രാവിലെയൊക്കെ ആയിട്ടല്ലേ അറിയുള്ളൂ. പിന്നെ അതിൻ്റെ താഴെ ഒരു ചെറിയ വെള്ളച്ചാട്ടം, തോട്, എത്ര മതി, ഒരു തോടുണ്ട്, നല്ല തണുപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കൈ മുഖം കഴുകുന്നു. എന്നിട്ട് നേരെ വീട്ടിലേക്ക്. ഒന്നിനും വയ്യ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വേറൊരു സ്ഥലത്ത് അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുവാണെങ്കിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.